ഇന്ന് ജനുവരി 23 ഇന്നേ ദിവസം OTT റിലീസ് ചെയ്ത് ഇനി OTT റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ ഉൾപ്പെടെ 6 OTT റിലീസ് അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ലാലേട്ടന്റെ നേര് എന്ന സിനിമയാണ്. ചിത്രം കാത്തിരിപ്പിനോടുവല്ല ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ 5 ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ഇതിനോടകം തന്നെ കൂടുതൽ അന്യഭാഷാ സിനിമാ പ്രേമികളിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് എക്സിലെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നേര് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി 100 കോടി ബിസിനസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ 5ാം സ്ഥാനം ഇടം നേടിയെടുത്ത സിനിമയാണ്. മാർവൽ സ്റ്റുഡിയോസിന്റെ ദി മാർവൽസ് എന്ന സിനിമ കഴിഞ്ഞ ആഴ്ച ആമസോൺ പ്രൈമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിരുന്നുവല്ലോ. ഇപ്പോഴത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഫെബ്രുവരി 7-ാം തീയതി സിനിമ OTT റിലീസ് ചെയ്യാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കാം. നിലവിൽ ഡിജിറ്റൽ റിലീസ് ആമസോൺ പ്രൈമിലൂടെ നടന്ന സിനിമയുടെ ബ്ലൂറേ പതിപ്പ് ഫെബ്രുവരി 13-ന് റിലീസ് ചെയ്യുന്നതാണ്. ഫ്ലെക്സ് എക്സ് കോപ്പ് എന്നൊരു കൊറിയൻ സിനിമ കൂടി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ആഴ്ച OTT റിലീസ് ചെയ്യുകയാണ്. ജനുവരി 26-ാം തീയതി ഹോട്ട്സ്റ്റാറിലൂടെ സിനിമ ലഭ്യമാകും. കൊറിയൻ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പുറമെ ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന സിനിമ കൂടി ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈം, ആപ്പിൾ TV തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് സിനിമ ഡിജിറ്റൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ പ്രതീക്ഷിത ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം OTT റിലീസായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇംഗ്ലീഷിന് പുറമെ ഹിന്ദി ഭാഷയിൽ കൂടി സിനിമ ലഭ്യമായിരിക്കുന്നു എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. 6ാമത്തെ അപ്ഡേറ്റ് നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ സഭാനായകൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തമിഴിലെ മിനിമം ഗ്യാരണ്ടി ഉള്ള അശോക് സെൽവൻ നായകനെ എത്തിയ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ തമിഴ് റൊമാന്റിക് എന്റർടൈനർ സിനിമയാണ് സഭാനായകൻ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ അടുത്ത മാസം ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻ ദിനത്തിൽ സിനിമ OTT റിലീസ് ചെയ്യും. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഈ തമിഴ് സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് 6ാമത്തെ അപ്ഡേറ്റ് അബ്രഹാം ഓസ്ലറിൻ്റെതാണ്. മമ്മുക്ക വളരെ പ്രധാനപ്പെട്ട കാമിയോ റോളിലെത്തിയ ജയറാം നായകനെ എത്തിയ സിനിമയാണല്ലോ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം ഓസ്ലർ. നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ആ OTT അപ്ഡേറ്റിൽ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല, മാറില്ല എന്ന് പ്രതീക്ഷിക്കാം. അതേസമയം ആമസോൺ പ്രൈമിലൂടെ വരുന്ന ഫെബ്രുവരി 9-ാം തീയതി അതല്ലെങ്കിൽ ഫെബ്രുവരി 16-ാം തീയതി ആയിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. മലയാളത്തിന് പുറമെ അന്യഭാഷകളിലും OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കാത്തിരിക്കാം കൂടുതൽ OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ടാം.